ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ നാളെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എത്തുകയാണ്. ലഹരിയെ തുടച്ചു നീക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ നാടെങ്ങുമുള്ള വിവിധ സംഘടനകളും. പെരിന്തൽമണ്ണയിൽ നാളെ ആഭ്യന്തരമന്ത്രി വരുന്നതിന് മുന്നോടിയായി ഇന്ന് വലിയൊരു വിളംബര ജാഥ നടക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭ, അതുകൂടാതെ വിവിധ സംഘടനകൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവയുടെ വിദ്യാർത്ഥികൾ എല്ലാം അടങ്ങുന്ന ഒരു വലിയ വിളംബര ജാഥയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വിളംബര ജാഥ ടൗൺ സ്ക്വയറിൽ എത്തുന്നത് വരെ ഈ ലഹരിക്കെതിരെയുള്ള വലിയ സന്ദേശമാണ് നൽകുന്നത്. ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഈ പെരിന്തൽമണ്ണയിൽ എത്തുകയാണ്. അതായത് ലഹരി എന്നത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, അവരെയാണ് സ്വാധീനിക്കുന്നത്. ലഹരി മാഫിയയെ തുടച്ചു നീക്കുക, അതായത് ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും അതിപ്പം മിഠായി രൂപത്തിൽ വരെ, കഞ്ചാവ് ഗുളികകൾ വരെ നമ്മുടെ നാട്ടിലെത്തുന്നു എന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളിലാണ് ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുക. അതുകൊണ്ട് ലഹരി മാഫിയയുടെ അടിവേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പാക്കി വരുന്നത്. അപ്പോൾ ആഭ്യന്തരമന്ത്രി നാളെ വെള്ളിയാഴ്ച ഈ പെരിന്തൽമണ്ണയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് നൽകാനുള്ള ഒരു വലിയ സ്വീകരണത്തിന് മുന്നോടിയായിട്ടാണ് ഈ പെരിന്തൽമണ്ണയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെയുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, പെരിന്തൽമണ്ണ നഗരസഭ, അതുപോലെ വിവിധ സംഘടനകൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അതുകൂടാതെ വ്യാപാരി വ്യവസായി സമിതി, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് തുടങ്ങി എല്ലാവരും ഒരുമിച്ച് സംയുക്തമായി മെഗാ ഒരു വിളംബര ജാഥ, വിളംബര റാലി ഈ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. റാലി ഈ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിലാണ്. ഈ കുട്ടികളെ, പെൺകുട്ടികൾ പ്രത്യേകിച്ച്, അതായത് ക്ലാസ്സിലൊക്കെ ലഹരിയുടെ ഏതെങ്കിലും സ്വാധീന വലയത്തിൽപ്പെട്ട് സഹപാഠികൾ വന്നാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുക ഇതിനുള്ള കുട്ടികളാണ്, അതുപോലെ അധ്യാപകരാണ്. ഇവർക്കൊക്കെ ഇതിൽ നിന്നുള്ളൊരു മോചനം, ഈ ലഹരി മാഫിയയെ തളയ്ക്കുന്നതോടുകൂടി ലഹരിക്കെതിരെ ഒരു പോരാട്ടത്തിൽ അണിചേരാൻ കൂടി കഴിയുകയാണ് വിദ്യാർത്ഥികൾക്ക്. അവർ അതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ്. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം ലഹരിക്കെതിരെ നടക്കുന്ന ഒരു വലിയ പോരാട്ടത്തിൽ ഈ കുട്ടികൾക്ക് വരെ അണിചേരാൻ സാധിക്കുമെന്നുള്ളത് അവർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏതായാലും ലഹരിക്കെതിരെ വലിയ മുദ്രാവാക്യമൊക്കെ അവർ ഉയർത്തുന്നുണ്ട്. ലഹരി എന്നത് അപ്പോ ലഹരി മാഫിയെ തളക്കുന്നതിന് കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കുട്ടികൾ തീരെ ചെറിയ സ്കൂളുകളിലെ കുട്ടികൾ മുതൽ അതുപോലെ വിവിധ കോളേജുകളിലെ കുട്ടികൾ വരെ ഇന്നത്തെ ഈ ലഹരിക്കെതിരെയുള്ള വലിയ വിളംബര ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ നിന്ന്, മനോഴി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് ഈ മെഗാ വിളംബര ജാഥ ആരംഭിച്ചിരിക്കുന്നത്. ഈ മെഗാ വിളംബര ജാഥ ടൗണില് എല്ലാവർക്കും ഒരു ബോധവൽക്കരണ സന്ദേശം കൂടി, പ്ലക്കാർഡുകൾ ഏന്തിയ കുട്ടികളിലൂടെ ബോധവൽക്കരണ സന്ദേശം കൂടി നൽകിയാണ് ടൗൺ സ്ക്വയറിൽ സമാപിക്കുക. ഓരോ കുട്ടികളും, അതായത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികൾ, വ്യാപാരി വ്യവസായി സമിതി വളരെ സന്തോഷത്തിലാണ്. അവരൊക്കെ പറഞ്ഞത് ലഹരിയെ, ഈ പെരിന്തൽമണ്ണയിലെ ലഹരിയുടെ പേരിൽ ഒരു കുട്ടികളും നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പോലും നമ്മോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന നാലകത്ത് ബഷീർ പറഞ്ഞത്, ലഹരി വിൽക്കുന്ന ഏതെങ്കിലും കടയുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കട പൊളിച്ചു നീക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏതായാലും നാളെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഈ പെരിന്തൽമണ്ണയിൽ എത്തുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഈ മെഗാ വിളംബര ജാഥ ഒരു ചരിത്ര സംഭവമായി മാറി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയേറെ ജനപങ്കാളിത്തമാണ് ഈ മെഗാ വിളംബര ജാഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇപ്പോൾ. ഇവരൊക്കെ ശരിക്കും നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയയെ തുടച്ചു നീക്കുന്ന ഒരു കർമ്മത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. അവരൊക്കെ രക്ഷിതാക്കളാണ്, ഓരോ അമ്മമാരാണ്. കുട്ടികളെ ലഹരി മാഫിയ പിടികൂടുന്നതിൽ നിന്ന് തടയുന്നതിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നാളെ ആഭ്യന്തരമന്ത്രിയെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുമാണ് ഇന്നിവിടെ വലിയൊരു വിളംബര ജാഥ, പെരിന്തൽമണ്ണ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു വിളംബര ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ജാഥയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ മുതൽ എല്ലാ വിഭാഗം, നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാത്രമല്ല, വിവിധ കലാലയങ്ങളിലെ, കോളേജുകളിലെ, സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ
ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് വിഭാഗം, ട്രോമാ കെയർ എല്ലാവരും ഒരുപോലെ അണിനിരന്ന് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുകയാണ് വിളംബര ജാഥയെ. നാളെ ആഭ്യന്തരമന്ത്രി വരുന്നതിന് മുന്നോടിയായി വലിയൊരു റാലിയാണ് ഒരുപക്ഷെ സ്വീകരണമാണ്. എന്ത് പറയുന്നു? അല്ല, നമ്മൾ ഏറ്റവും ശക്തമായി ജനകീയമായി ഒരുപക്ഷെ പെരിന്തൽമണ്ണ മോഡൽ നമ്മൾ പലതിലും കാണിച്ചതാണ്. ഈ തൂഫാൻ പോരാട്ടത്തിലും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലും നമ്മൾ തന്നെ ആയിരിക്കും അത് ഏറ്റവും നല്ല മാതൃക ഉണ്ടാക്കുക. പ്രത്യേകിച്ചും വളരെ ഒരു ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഒരു ട്രാഫിക് പോയിന്റ് എന്ന നിലക്ക് പല നിലക്കും കണക്റ്റിംഗ് പോയിന്റ് ആണ് പെരിന്തൽമണ്ണ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടുതൽ നമ്മളൊരു ജാഗ്രതയോടെ ഈ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണ്. നാളെ നടക്കുന്ന പരിപാടിയുടെ വലിയൊരു വിളംബരമാണ് ഇന്ന് നഗരസഭ ഭരണസമിതിയുടെയും അതുപോലെ വ്യാപാരി വ്യവസായികളുടെയും അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഇളകി മറിഞ്ഞ ഒരു പ്രോഗ്രാമാണ് നടത്തിയിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നഗരസഭയെ, അത് വളരെ നന്നായി കോർഡിനേറ്റ് ചെയ്ത നഗരസഭയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതായാലും റാലി കഴിഞ്ഞിരിക്കുന്നു. MLA തന്നെ പറഞ്ഞത് ഒരുപക്ഷെ ഈ പെരിന്തൽമണ്ണയ്ക്ക് അങ്ങനെ കുറെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും നാളെ രമേശ് ചെന്നിത്തല ഇവിടെ വരുമ്പോൾ ഇവിടെ നടന്ന ഈ റാലിയെക്കുറിച്ച്, മെഗാ റാലിയെക്കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ പെരിന്തൽമണ്ണ എങ്ങനെയൊരു സ്വീകരണമാണ് ഈ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ, അതായത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്വീകരിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം കൂടി മനസ്സിലാക്കുന്നത് ഈ പെരിന്തൽമണ്ണയ്ക്ക് അതൊരു വലിയ അഭിമാനമായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.